നമുക്കിന്ന് ഇൻസ്റ്റഗ്രാമിൽ ഒരു എൻക്വയറി ഉണ്ടായിരുന്നു. ഒരു മാമിൻ്റെ ഫാദറിന് ഡയബറ്റിക് ആണ്. അപ്പോൾ ഡയബറ്റിക്കിന് വേണ്ടി കർക്കിടകത്തിൽ എടുക്കാവുന്ന ട്രീറ്റ്മെൻറ്റിനെ പറ്റിയിട്ടൊന്ന് പറയാമോ ഡോക്ടർ? ഓക്കെ. അപ്പം ഏജ്ഡ് ആയിട്ടുള്ള ഒരാളാകുമ്പോൾ മോസ്റ്റ്ലി അവരുടെ പ്രശ്നം എന്ന് പറയുമ്പോഴത്തേക്ക് ഡയബറ്റിക് ന്യൂറോപ്പതി ആയിരിക്കും. കണ്ടീഷൻസ് വന്നിട്ട് കൈകാലുകളിൽ ഉണ്ടാവുന്ന പുകച്ചിൽ, അല്ലെങ്കിൽ കൈക്കും കാലിനും ഉണ്ടാവുന്ന വേദന കൂടുതൽ, ചിലർക്കാണെങ്കിൽ സെൻസേഷൻ, ടച്ചിൻ്റെ സെൻസേഷൻ ഒന്നും കിട്ടത്തില്ല. അതിന് ചില പേഷ്യൻസ് ഒക്കെ പറയുന്നത് വെച്ചാൽ നിൽക്കുന്നത് തറയിലാണെന്ന് അവർക്ക് തോന്നത്തില്ല, എയറിലാണ് നിൽക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെയാണ് പറയുന്നത്. സോ ഇതൊക്കെയാണ് മോസ്റ്റ്ലി ഡയബറ്റിക് ന്യൂറോപ്പതി അല്ലെ ഡയബറ്റീസിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് കൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾ. അപ്പം നമ്മൾ ഇതിന് കൂടുതലും ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെ വരുന്ന പേഷ്യൻസ് എല്ലാവരും ഒരു 6-7 ഗുളികകൾ അവർ ഓൾറെഡി ചിലപ്പോൾ അലോപ്പതി കഴിച്ചിട്ടായിരിക്കും നമ്മുടെ അടുത്ത് വരുന്നത്. അപ്പം നമുക്ക് ഇന്റേണൽ മെഡിസിൻസ് നമുക്ക് അവർക്ക് ഒരു പരിധി കൂടുതൽ കൊടുക്കാൻ പറ്റത്തില്ല. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ ഡയബറ്റിക് ന്യൂറോപ്പതിക്ക് വേണ്ടിയിട്ടുള്ള എക്സ്റ്റേണൽ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് ആയിരിക്കും നമ്മൾ കൂടുതലും ചെയ്യുന്നത്. അപ്പം ട്രീറ്റ്മെൻറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പം അധികം വണ്ണം ഉള്ളവരാണ്, നീർക്കെട്ട് കൂടുതലുള്ള ഒരു ശരീരമാണെങ്കിൽ നമ്മൾ ആദ്യം ധാന്യാമ്ലധാര, അതല്ലെങ്കിൽ പൊടിക്കിഴി, ആവിക്കിഴിയൊക്കെ കൊടുത്തിട്ട് പിന്നീട് പെയിൻ മാറുന്ന രീതിയിലുള്ള നാരങ്ങക്കിഴി, ഇലക്കിഴി തുടങ്ങിയ ട്രീറ്റ്മെൻറ്റ്സ്, പിന്നെ ഈ പുകച്ചിലൊക്കെ മാറുന്നതിന് വേണ്ടിയിട്ട് പിഴിച്ചിൽ ഒക്കെയാണ് നമ്മൾ കൂടുതലായിട്ടും ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പാറ്റേണിൽ അവർ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ആഹാരവും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. ഡയബറ്റിക് കൂടുന്ന രീതിയിലുള്ള ആഹാരങ്ങളൊന്നും കഴിക്കാതെ ഒരു പ്രത്യേക ചിട്ടയോടുള്ള ഒരു ലൈഫ് സ്റ്റൈലിൽ പോവുകയാണെങ്കിൽ ഏറെക്കുറെ ഡയബറ്റിക്കിൻ്റെ എല്ലാ ഇഷ്യൂസും മാറി കിട്ടുന്നതാണ്.